Greetings to you all in the precious name of our Lord and Savior Jesus Christ. I'm so happy to be able to speak to you on behalf of Pastor Kochepa about some of the amazing things that God is doing through this ministry around the world. Since 2005, Pastor Kochepa has had the privilege to minister in different countries, including India, Africa, and the United States. And the power of God has been evident in every one of those places. We've seen amazing things happen. Over 16 times when weather would prevent people from coming together to hear the Word of God, God moved in mighty ways and prevented the weather from stopping the people to come together. Even political disputes and labor disputes that could have kept God's people away from hearing the gospel, God moved in all those avenues and enabled them to come together and receive the message of Jesus Christ. Numerous healings have also taken place through this ministry, and we've witnessed the power of God change people's lives forever. In India, a young woman on a train met with Pastor Kochepa while he was traveling to a different place. She had been crippled by back pain from disc problems for so long that she couldn't even walk. Pastor Kochepa was able to pray with her there on that train, and God healed her completely. In fact, her doctors, after they saw her afterwards, said that she had no problems in her back. She had been healed completely by the power of God. സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. അവർക്കോ ലഭിച്ചിട്ടില്ല. ഉള്ളവന് കൊടുക്കും, ഇല്ലാത്തവരോടോ ഉള്ളതും കൂടി എടുത്തു കളയും എന്ന് യേശു കർത്താവ് തന്റെ ശുശ്രൂഷ വേളയിൽ പറയുവാനിടയായി. അങ്ങനെയെങ്കിൽ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിച്ച് വചനത്തിന്റെ മാർമിക സത്യങ്ങളെ അറിയുവാൻ നമുക്ക് പരിശ്രമിക്കാം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ വചനം പറയുന്നു, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ നിങ്ങൾക്ക് സകലതും ലഭിക്കും എന്ന്. 1996 ഒക്ടോബർ മാസത്തിൽ രക്ഷിക്കപ്പെടുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ആ സമയം മുതൽ എൻ്റെ ഹൃദയത്തിൽ കൂടി കടന്നുപോയൊരു കാര്യമുണ്ട്, സ്വർഗരാജ്യം എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുവാൻ കഴിയുമെന്ന്. സ്വർഗരാജ്യത്തിന് മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടുകൂടെ നിങ്ങൾക്ക് സകലതും ലഭിക്കുമെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ രാജ്യം എവിടെ ചെന്ന് അന്വേഷിക്കും, എങ്ങനെ കണ്ടെത്തുവാൻ കഴിയും, എങ്ങനെ അതിലേക്ക് കടക്കുവാൻ കഴിയും? നിക്കോദീമോസിനോട് യേശു പറയുന്നു, നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കിടക്കുവാൻ ആർക്കും കഴിയുകയില്ല എന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സ്വർഗരാജ്യത്തിൽ എങ്ങനെ കടക്കുവാൻ കഴിയും, എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുവാൻ കഴിയും? ഇതെല്ലാം എൻ്റെ ചിന്തയിൽ കൂടി കടന്നു പോവുകയും കർത്താവ് എന്നെ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കാൻ തുടങ്ങി. അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നതനുസരിച്ചിട്ട് ഞാൻ ജനങ്ങളോട് അത് പ്രബോധിപ്പിക്കുവാൻ തുടങ്ങി. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന കാലയളവിൽ 1998 മുതൽ ഇതിനെക്കുറിച്ച് കൂടുതലായി അറിഞ്ഞ സമയം മുതൽ ജനവുമായി ഞാൻ ഇത് ഷെയർ ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ 2002 ഞാൻ വീഡിയോയിൽ എൻ്റെ ഈ ടീച്ചിങ് റെക്കോർഡ് ചെയ്യുവാനിടയായി. ഞാൻ പലപ്പോഴും യൂട്യൂബിലും അതുപോലെ വിമിയോയിലും അങ്ങനെ പല സമയത്തായി ഞാൻ ഇത് ഇൻ്റർനെറ്റിൽ ഇട്ടിട്ടുണ്ട്. എന്നുണ്ടെങ്കിലും ഇത് TV-യിലേക്ക് ഇടുന്നതിന് വേണ്ടി ഇത് ഓരോ പാർട്ടുകളും മൂന്നാക്കി ഡിവൈഡ് ചെയ്തിട്ട് നിങ്ങളുടെ മുൻപിൽ തരികയാണ്. ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും. ആദ്യമായി കിങ്ഡം പ്രിൻസിപ്പിൾ അഥവാ സ്വർഗരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിൾ, അതിൻ്റെ 3 പാർട്ടാക്കിയിട്ട് നിങ്ങൾക്ക് തരികയാണ്. ഇത് വളരെ അനുഗ്രഹമാണ്. എങ്ങനെയാണ് സ്വർഗരാജ്യം ഓപ്പറേറ്റ് ചെയ്യേണ്ടത്? സ്വർഗരാജ്യം ഒരു പ്രാവശ്യം ദൈവമക്കളെ നിങ്ങൾ സ്വർഗരാജ്യം എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവനും ആത്മീക മണ്ഡലം ഓപ്പറേറ്റ് ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആത്മീക മണ്ഡലം എങ്ങനെ ഉന്നതി നിലവാരത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക മാത്രമല്ല, നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്നവരായിട്ട് മാറും. കർത്താവ് പറഞ്ഞു, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. അങ്ങനെയാണെങ്കിൽ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ എന്ന ഈ വിഷയത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. പ്രിൻസിപ്പിൾ അഥവാ അതിന്റെ പ്രമാണം അഥവാ തത്വം, അതിനാധാരമാക്കിയിട്ട് ഒരു വാക്യം വായിക്കാം. വീണ്ടും
മർക്കോസിന്റെ സുവിശേഷം 4:9. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നും അവൻ പറഞ്ഞു. ഇവിടെ കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. സ്തോത്രം. അടുത്ത വാക്യം. അനന്തരം അവൻ തനിച്ചിരിക്കുമ്പോൾ അവനോട് കൂടെയുള്ളവർ 12 ആ ഉപമകളെ കുറിച്ച് ചോദിച്ചു. അവരോട് അവൻ പറഞ്ഞത്, ദൈവരാജ്യത്തിന്റെ മർമ്മം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു, പുറത്തുള്ളവർക്കോ സകലവും ഉപമകളാൽ ലഭിക്കുന്നു. ഒരു മിനിറ്റ്, നമ്മുടെ ശ്രദ്ധയ്ക്ക് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അതിന്റെ 11ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, ദൈവരാജ്യത്തിന്റെ മർമ്മം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു, പുറത്തുള്ളവർക്കോ സകലവും ഉപമകളാൽ ലഭിക്കുന്നു. അവർ മനം തിരിയാതെയും അവരോട് ക്ഷമിക്കാതെയും ഇരിക്കാതെ വണ്ണം അവർ കേട്ടിട്ടും അറിയാതിരിപ്പാനും കേട്ടിട്ടും ഗ്രഹിപ്പാതിരിപ്പാനും സംഗതി വരും. നമ്മൾ അനേകരോട് സുവിശേഷം പറയുന്നു, അവരെന്തുകൊണ്ട് ഗ്രഹിക്കുന്നില്ല, അവരെന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല ദൈവരാജ്യത്തിന്റെ കാര്യമെന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് അവർ പറ്റിയിരുന്നത്? അവരെ ചെവി ഈ ലോകത്തിന്റെ പ്രഭു അടച്ചു വെച്ചിരിക്കുകയാണ്. ഈ ലോകത്തിന്റെ പ്രഭു അവരെ എന്ത് ചെയ്തിരിക്കുകയാണ്? അവരെ കണ്ണ് അടച്ചു വെച്ചിരിക്കുകയാണ്, അവരെ ചെവി അടച്ചു വെച്ചിരിക്കുകയാണ്. അവർക്ക് കേൾക്കുവാനോ കാണുവാനോ ആയിട്ടുള്ള സാവകാശമില്ല. അതേസമയം നമ്മുടെ ദൈവമോ ദൈവരാജ്യത്തിന്റെ മർമ്മം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇത് ശിഷ്യന്മാരോടാണ് പറഞ്ഞിരിക്കുന്നത്. ആരാണ് ശിഷ്യന്മാര്? കർത്താവിന്റെ വചനം അതുപോലെ പ്രമാണിച്ച് അവന്റെ പിൻപറ്റുന്നവരാണ് ശിഷ്യന്മാര്. നമ്മൾ ആര്? ദൈവ മക്കളും അവന്റെ ശിഷ്യന്മാരും ശിഷ്യകളുമാണ്, ശിഷ്യഗണമാണ്. സ്തോത്രം. നമുക്ക് എന്ത് പറ്റിയിരിക്കുന്നു? നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നു? ദൈവരാജ്യത്തിന്റെ മർമ്മത്തെ മനസ്സിലാക്കുവാൻ കൃപ ലഭിച്ചിരിക്കുന്നു, പുറത്തുള്ളവർക്ക് ഉപമകളാൽ ലഭിക്കുന്നു. ഇനി അതിന്റെ 14ാമത്തെ വാക്യം, വിതയ്ക്കുന്നവൻ വചനം വിതയ്ക്കുന്നു. വചനം വിതച്ചിട്ട് വഴിയരികെ വീണത് കേട്ട ഉടനെ സാത്താൻ വന്ന് ഹൃദയങ്ങളിൽ വിതയ്ക്കപ്പെട്ട വചനം എടുത്തു കളയുന്നു. സ്തോത്രം. ആ 4ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു, വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു. പ്രൈസ് ഗോഡ്. അപ്പോ ഒരു വിതയാണ് ഇവിടെ നടക്കുന്നത്. എന്ത് നടക്കുന്നു? വിതയാണ് നടക്കുന്നത്. നമുക്കറിയാം, വിതയ്ക്കാൻ പോകുമ്പോ ഒരു ഭൂമി എങ്ങനെ ഒരുക്കപ്പെടും? ആ ഏത് വിതയ്ക്കുന്നോ അതിന് തക്കതായിട്ട് ഭൂമി ഒരുക്കപ്പെടും. ഒരുക്കപ്പെട്ട ഭൂമിയിലേക്ക് എന്താണ് വിതയ്ക്കുന്നത് അതിനെ വിതയ്ക്കുന്നു. നമ്മൾക്ക് സാധാരണ അറിയാവുന്ന നെല്ലോ ഗോതമ്പോ വിതയ്ക്കുന്നതായിട്ടുള്ള അത് അതിന് വേണ്ടതായ പൂട്ടി അതിനെ ഒരുക്കി വൃത്തിയാക്കിയതിനു ശേഷം വിതയ്ക്കാൻ പുറപ്പെട്ടു, വിതയ്ക്കുന്നു. വിതച്ചതിന് ശേഷം ചിലത് എന്ത് പറ്റുന്നു? ചിലത് വീഴുന്ന കാര്യം പറയുന്നത്, ചിലത് വഴിയറിയെ വീണു. അപ്പം ഇതിന്റെ ചിലത് അത് പറവകൾ വന്ന് തിന്നു കളഞ്ഞു. മറ്റു ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്തടത്ത് വീണു. മണ്ണിന് താഴ്ച ഇല്ലായ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചാല ചൂട് തട്ടി വേരില്ലായതുകൊണ്ട് ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു. മുള്ളു മുളച്ചു വളർന്ന് അതിനെ ഞെരുക്കി കളഞ്ഞു. അത് വിളഞ്ഞതുമില്ല. മറ്റു ചിലത് നല്ല മണ്ണിൽ വീണത് മുളച്ച് വളർന്ന് ഫലം കൊടുത്തു. 30, 60, 100 മേനി വിളഞ്ഞു. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. നമുക്കിനി ഒന്ന് ചിന്തിക്കാം, എന്താണ് വിതച്ചത്? എന്താണ് വിതച്ചത്? ആരെങ്കിലും ഗോതമ്പ് വിതച്ചിട്ട് നെല്ല് കൊയ്യുമോ? ആരെങ്കിലും പാവല് വിതച്ചിട്ട് വെണ്ട കൊയ്യുന്നില്ല. പടവലം വിതച്ചിട്ട് പാവയ്ക്കായ്ക്ക് വേണ്ടി ആരും കാത്ത് ഇരിക്കുന്നില്ല. ഇല്ല. എന്ത് വിതച്ചോ, ഏതിന്റെ അരി വിതച്ചുവോ അതിന്റെ ഫലം കൊയ്യും. നിലം ഒരിക്കലും പറയുന്നില്ല, ഭൂമി അഥവാ ഒന്നും പറയുന്നില്ല, ഞാൻ എന്റെ ഈ ഭൂമിയിൽ, ഞാൻ ഈ കിടക്കുന്ന ഭൂമിയിൽ നെല്ല് മാത്രമേ വിതയ്ക്കാവൂ പറയുന്നുണ്ടോ?
അത് പറയുമ്പോ അഥവാ ഇവിടെ ഗോതമ്പ് മാത്രമേ വിതയ്ക്കാൻ പറ്റുള്ളൂ. എന്ത് വേണേലും വിതയ്ക്കാം. അവിടെ കള വിതയ്ക്കാം, അവിടെ പാവല് നടാം, പയറ് നടാം, ചേന നടാം, നമുക്ക് ഇഷ്ടമുള്ളത് നടാം. അത് അവിടെ നിന്ന് കിളിർത്ത് വരും. അതിൻ്റെതായിട്ടുള്ള ഫലം അത് പോയി. സ്തോത്രം. ഇവിടെ നാം വായിക്കാൻ പോകുന്നത്, ഞാൻ ഈ പറയുന്നത് ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിൾ, തത്വം, പ്രമാണം. നമുക്ക് ഇത് പഠിക്കുമ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കും. പ്രമാണമുണ്ട്, തത്വം അല്ലെ പ്രിൻസിപ്പിൾ ഉണ്ട്, തിയറി ഉണ്ട്, ഫോർമുല ഉണ്ട്. ഈ ഫോർമുല, തിയറി, പ്രിൻസിപ്പിൾ, ഇത് മൂന്നും കൂടെ ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ, എനിക്കിപ്പോൾ അറിയാൻ നെല്ല് കൊണ്ടുപോയി വിതച്ച് ഞാൻ എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് എഴുതി വെച്ചു. കണ്ടം ഇതേമാതിരി കൂട്ടണം, ഉഴുകണം, അതിന് എല്ലാം അടിച്ചു മാറി നിരത്തണം, ഇതെല്ലാ കാര്യങ്ങളും നിരത്തി നിന്നിട്ട് വെള്ളം നിറയ്ക്കണം, അങ്ങനെ എല്ലാം ചെയ്യണം. അതിനുശേഷം വിത്ത് വാങ്ങണം. അത് ഇത്ര ദിവസം കഴിയുന്നുണ്ടെ അത് കിളിർത്ത് വരും, ഇത്ര ദിവസം കഴിയുന്നുണ്ടെ അത് ഞാറാകും, ഇത്ര ദിവസം കഴിയുന്നുണ്ടെ അത് പൂവ് ഉണ്ടാകും, ഇത്ര ദിവസം കഴിയുന്നുണ്ടെ അതിന് വളം ഇടണം, പിന്നെ മരുന്നടിക്കണം. എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഞാനതെല്ലാം എഴുതി വെച്ചു, അത് വായിക്കാറുണ്ട്. ഇത്ര ദിവസം കഴിയുന്നുണ്ടെ കതിരാകും, കതിര് കഴിയുന്നുണ്ടെ അതിനെ കൊയ്യാൻ സാധിക്കും. എനിക്കറിയാം, ഞാനത് എഴുതി വെച്ചിട്ടുണ്ട്, ഞാനത് വായിച്ച് പഠിച്ചിട്ടുമുണ്ട്, ഞാനത് വായിച്ച് പഠിച്ചിട്ടുണ്ട്, ഞാനത് എഴുതി വെച്ചിട്ടുണ്ട്. എങ്ങനെയാ ഒടുവിൽ അത് കൊയ്ത് മെതിച്ച് കളപ്പുരയിൽ കൂട്ടിവെക്കാം, പിന്നെ അതിനെ കൊണ്ടുവന്നിട്ട് പുഴുങ്ങി അതിന്റെ തൊണ്ട് കളഞ്ഞ് അതിനെ അരിയാക്കി അരി വെള്ളത്തിലിട്ട് പുഴുങ്ങി നമുക്ക് ചോറുണ്ടാക്കാം. അങ്ങനെ എനിക്ക് കഴിക്കാൻ സാധിക്കും. ഇത്രയും വരെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അതിന് തിയറി അറിയാം. തിയറി അറിഞ്ഞുകൊണ്ട് പേര് പറയുമോ? തിയറി അറിഞ്ഞുകൊണ്ട് വയറ് അറിയുന്നില്ല. എനിക്ക് ഫോർമുല ഉണ്ട്. സ്തോത്രം. എനിക്ക് സാധനങ്ങളെല്ലാം ഉണ്ട്, ചെയ്യാൻ അറിയാം, ഫോർമുല എല്ലാം ഉണ്ട്, എല്ലാ കാര്യങ്ങളും എനിക്ക് നല്ലപോലെ അറിയാം. പക്ഷെ നിലവില്ലെങ്കിൽ ഇവിടെ കൊണ്ടിടും. നിലവില്ലെങ്കിൽ എന്താണ് വേണം? ഫോർമുല വേണം, തിയറി വേണം, പ്രിൻസിപ്പിൾ വേണം. ദൈവവചനം പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച്, അതിന്റെ ഫോർമുല അനുസരിച്ച്, തിയറി അനുസരിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്കത് ലഭ്യമാകത്തുള്ളൂ. സ്തോത്രം. ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് പറഞ്ഞത്? ഇനി അതിന്റെ മർമ്മങ്ങളെ ശിഷ്യന്മാർ ചോദിച്ചപ്പോ അത് ശിഷ്യന്മാരോട് പറയാണ്, വിതയ്ക്കുന്നവൻ വിതപ്പാൻ, വിതയ്ക്കുന്നവൻ വചനം വിതയ്ക്കുന്നു. എന്താ വിതച്ചേക്കുന്നത്? ആ വചനം എന്തുവാ എന്ന് ഒന്ന് പറഞ്ഞേ. എല്ലാം ഞാൻ വചനം വിത്താകുന്നു. അപ്പൊ അത് എവിടെ വിതയ്ക്കുന്നത്? അത് നിലം, ജനങ്ങളുടെ അപ്പൊ എവിടെ വിതയ്ക്കപ്പെടണം? വിത്ത് ഹൃദയമാകുന്ന വയലിൽ വിതയ്ക്കപ്പെടണം. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഇത് വചനം വിത്താണെന്നും ഇത് വിതയ്ക്കപ്പെടണമെന്നും. ഇത് വിതയ്ക്കുന്നത് ഹൃദയമാകുന്ന വയലിലാണെന്നും. അത് നമുക്കത് ചിന്തിച്ചു നോക്കാം. ഹൃദയം എവിടെ വയലാകുന്നു? ഹൃദയം എന്ന് പറയുന്നത് ഇങ്ങനെ ബ്ലഡ് ഓടുന്ന അവയവമില്ലയോ? അതിന് ഹാർട്ട് എന്ന് പറയുന്നതിനില്ലയോ? അവിടെ ഇവിടെ വിതയ്ക്കുന്നത്? അവിടെ വിതയ്ക്കാൻ പറ്റുമോ? ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഇനി ബ്രെയിൻ ആണെന്ന് ഇവിടെ വല്ലതും വിതയ്ക്കാൻ പറ്റുമോ? ഈ ഉപകരണം അഥവാ ഈ ആയിരിക്കുന്ന നമ്മുടെ ശരീരത്തിലായിരിക്കുന്ന അവയവങ്ങൾ ഓരോന്നും ഭൂമിയിൽ നമുക്ക് പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള കാര്യം. ഇത് നമുക്ക് പ്രവർത്തിക്കാനുള്ളത് നാച്ചുറൽ കാര്യങ്ങൾക്ക് വേണ്ടി ഉള്ളതാണ്. അപ്പൊ എവിടെയാണ് ഹൃദയം ഇരിക്കുന്നത്? എവിടെയാ ഹൃദയം? ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ഹൃദയം എവിടെയാണ് ഇരിക്കുന്നത്? സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും
ആകാശത്തിലുള്ള പർവ്വജാതിന്മേലും മൃഗങ്ങളിന്മേലും സർവഭൂമിയിലും ഭൂമിയിൽ വിളയുന്ന എല്ലാ ഇടജാതിന്മേലും തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. അവരെ എങ്ങനെ സൃഷ്ടിച്ചത്? ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. അമ്മ അവിടെ 26ാമത്തെ വാക്യത്തിൽ തന്നെ അവന്റെ നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതികളിന്മേലും മൃഗങ്ങളിന്മേലും സർവഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന ഇടയാദികളിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. അപ്പൊ നമുക്ക് ആരുടെ പേരും വാഴാനുള്ള അധികാരമുണ്ട്? ഇടയാദികളിന്മേലും വാഴ അവകാശം ഉണ്ട്. അവനെ കാണാൻ നമുക്കെല്ലാം പേടിയാ. ഇടയാദികളിന്മേലും വാഴുവാൻ അധികാരം ഇപ്പൊ എന്താ വാഴാൻ പറ്റാതെ? ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിളാണ്, അതിന്റെ പ്രമാണമാണ്, അതിന്റെ തത്വമാണ്. വളരെ ശ്രദ്ധയോടെയായിരിക്കണം. നമുക്കിപ്പോ എന്താ വാഴാൻ പറ്റാതെ? ഭൂമിയിൽ മനുഷ്യൻ എന്തുകൊണ്ട് ആകാശത്തുള്ള പർവ്വജാതികളിന്മേലും ആ മൃഗങ്ങളിന്മേലും സർവഭൂമിമേലും ഭൂമിയിൽ എഴുതുന്ന എല്ലാ ഇടജാതികളിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചിട്ട് വാഴുവാൻ മനുഷ്യന് സാധിക്കുന്നില്ല? അവന്റെ അധികാരം ആർക്ക് നഷ്ടപ്പെട്ടു? സാധാരണ കൊടുക്കപ്പെട്ടു. അവൻ ആരുടെ സ്വരൂപത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടത്? ദൈവത്തിന്റെ സ്വരൂപത്തിൽ. മനുഷ്യനപ്പോ എന്താണ്? ആത്മാവാണ്. മനുഷ്യൻ എന്താണ്? ആത്മാവാണ്. പ്രൈസ് ഗോഡ്. ആത്മാവാം ദൈവത്തെ ആത്മാവായിരിക്കുന്ന മനുഷ്യൻ ആത്മാവിൽ ആരാധിക്കണം. പ്രൈസ് ഗോഡ്. ആത്മാവാം ദൈവത്തെ ആത്മാവാം മനുഷ്യൻ ആത്മാവിൽ ആരാധിക്കണം. പ്രൈസ് ഗോഡ്. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ദൈവം യേശു കർത്താവ് യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിൽ പറയുന്നത് കർത്താവ് ദൈവം ആത്മാവാകുന്നു, ആത്മാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. പ്രൈസ് ഗോഡ്. അപ്പം ഇവിടെ നാം വായിച്ച് മനസ്സിലാക്കി നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവാണ്. അവിടെയാണ് വിതയ്ക്കപ്പെടുന്നത്. അപ്പൊ എവിടെയാണ് വിതയ്ക്കുന്നത്? നമ്മുടെ വയല്, ഹൃദയമാകുന്ന ആത്മാവാകുന്ന മനുഷ്യന്റെ വയലിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വിതയ്ക്കപ്പെടുന്നു. എന്താണ് വിതയ്ക്കപ്പെടുന്നത്? വിത്ത് വിതയ്ക്കപ്പെടുന്നു. അതെന്താണ് വിത്ത്? വചനമാകുന്നു വിത്ത് വിതയ്ക്കപ്പെടുന്നു. നമുക്കിന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന, ലോകത്തെ സകല മനുഷ്യൻ ആഗ്രഹിക്കുന്ന അത്ഭുതം. ദൈവങ്ങളെല്ലാം ഓടുന്നതിന് പറയാം അത്ഭുതത്തിന് പറയാം. എന്ന് പറഞ്ഞാല് അരി എവിടെ കിട്ടും അവിടെ ഓടുന്നു. തിന്നാൻ എവിടെ അവിടെ ഓടും. എന്നാൽ വിത്തിന്റെ പറയാൻ ആരും ഓടുന്നുണ്ട്. ഇന്നിപ്പോ കേരളത്തിലടി എന്നാൽ ആരും കൃഷി ചെയ്യാൻ വയ്യ അല്ലേ? ഭൂമിയൊക്കെ തരികാടി കിടക്കുക. ആർക്കും വിത്ത് വേണ്ട. എന്താ വേണ്ടി? ഫലം മാത്രം മതി. എന്താ വേണ്ടി? ഫലം മതി. വിത്താർക്കും വേണ്ട. എന്താ കൃഷി ചെയ്യാൻ? ഇതാ ഇവിടെ പ്രശ്നം കിടക്കുന്നത്. നമ്മൾ എന്ന് കൃഷി ചെയ്യാൻ തുടങ്ങുന്നോ, ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കൃഷി ചെയ്യാൻ തുടങ്ങി ഈ വർഷം. നല്ലപോലെ പാവല്, പടവലം, പിന്നെ പയറ്, വെണ്ടയ്ക്കൊക്കെ ഇഷ്ടം പോലെയല്ലേ ഇപ്പൊ കഴിക്കുന്നത്. സ്തോത്രം. വളരെ ആഗ്രഹം കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്കിപ്പോ കൃഷിയോട് ഭയങ്കര താല്പര്യമാണ്. ഇനി അടുത്ത വർഷം ഇച്ചിരി കൂടുതലേറെ സ്ഥലം എടുത്തിട്ട് കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം എന്താ, കൃഷി ചെയ്തപ്പോഴാണ് അതിന്റെ ആ മാധുര്യം മനസ്സിലായത്. നമ്മുടെ ഹൃദയമാകുന്ന വയലില് ഈ വചനമാകുന്ന വിത്ത് ഇട്ട് മുളപ്പിച്ചിട്ട് അതിന്റെ ഫലം കൊയ്യുമ്പോ എത്ര മാധുര്യമായി. സ്തോത്രം. ഈ വചനമാകുന്ന നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്ന ദൈവം, ഞാൻ എന്റെ അടിപ്പിണറാൻ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നുള്ള ആ വിത്ത് എന്റെ ഹൃദയത്തിലോട്ട് വീണ് എനിക്ക് രോഗസൗഖ്യം കിട്ടുമ്പോ എനിക്ക് എത്ര സന്തോഷിപ്പാനുണ്ട്. എനിക്ക് എന്തെങ്കിലും പ്രയാസം പ്രതികൂലം വരുമ്പോ ഈ വചനമാകുന്ന വിത്ത് എന്റെ ഹൃദയമാകുന്ന വയലിലിട്ട് ഞാൻ അതിനെ മുളപ്പിച്ചിട്ട് എന്റെ ദൈവം എനിക്ക് തന്നിരിക്കുന്ന നന്മകൾക്കായി സ്തോത്രം, എല്ലായ്പ്പോഴും ഞാൻ എനിക്ക് ദൈവം തന്നിരിക്കുന്ന നന്മയ്ക്കായി സ്തോത്രം പറഞ്ഞുകൊണ്ട് ആ വിത്ത് മുളച്ചു വന്ന് ഫലം കായ്ക്കുമ്പോ
ആ ഫലം ഒരിക്കലും നിന്ന് പോകുന്ന ഫലമല്ല. പ്രൈസ് ഗോഡ്. Praise the Lord. സ്തോത്രം. Amen. ദൈവരാജ്യത്തിന്റെ മർമ്മമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. Amen. പ്രൈസ് ഗോഡ്. Hallelujah. അപ്പൊ ഈ വിത്താണ് നമുക്ക് വേണ്ടത്. മനുഷ്യൻ എന്തിനു വേണ്ടിയാ പോകേണ്ടി? ഇപ്പൊ വിത്തിന് വേണ്ടിയാണ് പോകേണ്ടത്. അടുത്തത് ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 32-ാമത്തെ ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടരുത്. ഭയപ്പെടേണ്ട, നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് തരുവാൻ സാധിച്ചിരിക്കുന്നു. പ്രൈസ് ഗോഡ്. എന്ത് രാജ്യം? ദൈവരാജ്യം. അപ്പം ദൈവരാജ്യം നമുക്ക് തരാൻ പ്രസാദിച്ചിരിക്കുന്നു. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, ദൈവരാജ്യം എനിക്ക് തരുവാൻ ദൈവം പ്രസാദിച്ചിരിക്കുന്നു. ദൈവരാജ്യം എനിക്ക് തരാൻ പ്രസാദിച്ചിരിക്കുമ്പോ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ദൈവരാജ്യത്തില് ഓക്കെ അവിടെ എന്തെങ്കിലും രോഗമുണ്ടോ? ഇല്ല. ദൈവരാജ്യം പിതാവ് എനിക്ക് തന്നിരിക്കുന്നു, അവിടെ എന്തെങ്കിലും കുറവുണ്ടോ? ദൈവരാജ്യം പിതാവ് എനിക്ക് തന്നിരിക്കുന്നു, അവിടെ എനിക്ക് കഷ്ടമുണ്ടോ? പിതാവ് ദൈവരാജ്യം എനിക്ക് തരാൻ പ്രസാദിച്ചിരിക്കുന്നു, അതെനിക്ക് തന്നിരിക്കുന്നു, അവിടെ എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ ചൊല്ലി എനിക്ക് അറിയണം, എന്റെ മാതാവിനെ ചൊല്ലി എനിക്ക് അറിയണം, എനിക്ക് നാളത്തെ കാര്യത്തെ ചൊല്ലി അറിയണം, ഞാൻ എന്ത് കഴിക്കും നാളെ എന്ന് ഉദ്ദേശിച്ച് അറിയണം, എന്ത് ഉടുക്കും എന്ന് ഉദ്ദേശിച്ച് അറിയണം. പിതാവ് എനിക്ക് ദൈവരാജ്യം തരുവാൻ പ്രസാദിച്ചിരിക്കുന്നു, അതെനിക്ക് അതിലേക്ക് കിടക്കാം. സ്തോത്രം. 17-ാം അധ്യായം എടുത്താട്ടെ, അതിന് 20-21 വാക്യം. ഇതാ ഇവിടെയെന്നും അതാ അവിടെയെന്നും പറയുകയുമില്ല, രാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന്. 20-ാമത്തെ വാക്യം. ദൈവരാജ്യം എപ്പോൾ വരുന്നു എന്ന് പരീശന്മാർ ചോദിച്ചു. ഇവിടെ ഇപ്പം ദൈവരാജ്യം ദൈവം നിങ്ങൾക്ക് തരുവാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ പരീശന്മാർ ചോദിക്കുകയാണ്, ദൈവരാജ്യം എപ്പോൾ വരും? ദൈവരാജ്യം എപ്പോൾ വരും? എല്ലാവർക്കും ഉള്ള ഞാനിപ്പോ പറയാണ്, ദൈവരാജ്യം പിതാവ് തരാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോ ദൈവരാജ്യം എപ്പോൾ വരും? മറ്റുള്ളവർക്കും ചോദിക്കാനുള്ള കാര്യമുണ്ട്, എന്താ ദൈവരാജ്യം എപ്പോഴാ വരുന്നത്? ഇതൊന്നും അറിയണ്ടേ? അപ്പൊ യേശു കർത്താവ് എന്താ പറയുന്നത്? വായിച്ചാൽ ദൈവരാജ്യം കാണത്തക്ക വണ്ണമല്ല, ദൈവരാജ്യം വരുന്നത് കാണത്തക്ക വണ്ണമല്ല വരുന്നത്. ദൈവരാജ്യം കാണത്തക്ക വണ്ണമല്ല വരുന്നത്. പിന്നെ എങ്ങനെയാ? ഇതാ ഇവിടെ ഉണ്ടെന്നും അതാ അവിടെ എന്നും ചിലർ പറയുന്നു, ഇത് അവിടെ അത്ഭുതം നടക്കുന്നുണ്ട്, അവിടെ ചെന്നാൽ ആ മലയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചെന്ന് നിങ്ങൾ നേർച്ച അയച്ചു കഴിഞ്ഞാൽ അവിടെ കിട്ടും, എന്നുണ്ടെങ്കിൽ ഇവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കിട്ടുമെന്നും മനുഷ്യന് പറയുന്നു. പക്ഷെ ഇവിടെ എന്താ പറയുന്നത്? ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന്. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ. ആമേൻ. മലയാളത്തിൽ നമ്മൾ വായിക്കുന്നത് നിങ്ങളുടെ ഇടയിലിരിക്കുന്നുവെന്ന്, ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുമ്പോൾ അപ്പൊ നമ്മളിലായിരിക്കുന്നു. നമ്മൾ ആദ്യം വായിച്ചു ഉൽപ്പത്തി പുസ്തകത്തിൽ എങ്ങനെ വായിച്ചത്? അവന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ ഉണ്ടാകും. അപ്പം നമ്മൾ ആരുടെ സ്വരൂപത്തിലാ? ദൈവത്തിന്റെ സ്വരൂപം. ദൈവത്തിന്റെ സ്വരൂപം എന്താണ്? ആത്മാവാം ദൈവം. അപ്പൊ മനുഷ്യൻ ആത്മാവാകുന്നു, അവനിലാണ് എന്തിരിക്കുന്നത്? ദൈവരാജ്യം. ഇനി നമ്മൾ അന്നേരം പരിജ്ഞാനമുള്ളവർ ചോദിക്കും, ദൈവരാജ്യം വരാൻ കിടക്കുന്നത് ഉള്ളൂ, അത് എപ്പോഴാണ് വരാൻ പോകുന്നത്? കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിലാണ് ദൈവം നമ്മോടുകൂടെ വസിക്കുകയും നമ്മൾ ദൈവത്തോടു കൂടി വസിക്കുന്നതും പുത്തനാം യെരൂശലേമിലെ കാര്യമല്ലയോ എന്ന് ചോദിക്കും. അത് ആക്ഷരികമായിട്ട് നമ്മൾ ഭരിക്കാൻ പോകുന്ന ഒരവസരം. പ്രൈസ് ഗോഡ്. അത് ദൈവത്തിന്റെ ആക്ഷരികമായിട്ടുള്ള ഒരു ലോകം, ആക്ഷരികമായിട്ട് ഇവിടെ ഭവിക്കാൻ പോകുന്നത്. ഇത് സ്പിരിച്വലായിട്ട് ഉള്ള കാര്യം. സ്തോത്രം. സ്പിരിച്വലായിട്ട് ഉള്ള കാര്യം. രണ്ട് കാര്യം, രണ്ടും ആശ്ചര്യമായിട്ട്. ഇനി ഞാൻ അതിന്റെ ഒന്നുകൂടെ അതിന്റെ അർത്ഥത്തിലേക്ക് കിടക്കാൻ പോവുകയാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം.
നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പീൻ. ഞങ്ങളുടെ പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. മതി. അടുത്തത് ഇവിടെ യേശുവിനോട് അവന്റെ ശിഷ്യന്മാർ പറയുന്നതാണ്, യോഹന്നാൻ അവന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച് ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞപ്പോ യേശു കർത്താവ് അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചാണ്. ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, പെന്തക്കോസ്തുകാരായിരിക്കണം, ദൈവമക്കളായിരിക്കണം, നാം ഈ പ്രാർത്ഥന എന്ത് ചെയ്യില്ല, പ്രാർത്ഥിക്കാറ് ഇല്ല. അതെന്താണെന്ന് അറിയാം, നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയാം എന്ന് നമ്മളെ പഠിപ്പിച്ചു. പിന്നെ ആ പ്രാർത്ഥിക്കാൻ എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ ഒരു മെത്തേഡ് തന്നേ ഉള്ളു പ്രാർത്ഥിക്കാൻ. പറയുന്നത് ഓക്കെ, എന്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാതെ ഈ പ്രാർത്ഥന? യേശുവിന്റെ നാമത്തിൽ അല്ലാത്തതുകൊണ്ട്. കുഞ്ഞിനെ അറിയാം എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ അറിയാം നമ്മൾ പ്രാർത്ഥിക്കുന്നത്? കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്നു, പ്രായമുള്ളവർക്ക് അതിൻ്റെതായ കട്ടി ആഹാരം കൊടുക്കുന്നു. ഇത് കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത ആഹാരമാണ്. അതും ഒരർത്ഥത്തിൽ ശരിയാ. യേശുവിന്റെ ശിഷ്യന്മാര് മുക്കുവരും വിദ്യ ഇല്ലാത്തവരും അങ്ങനെയൊക്കെ ഉള്ളവരായിരുന്നു. അവർക്ക് ഇത് ആവശ്യമായിട്ട് പഠിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ നാം ഇപ്പം വന്നപ്പോൾ ഇതെല്ലാം കേട്ടും പഠിച്ചും പരിചയിച്ചും ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ അനുകരണം ആവശ്യമില്ല. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങളെ പറഞ്ഞ് ദൈവത്തോട് പറയാം. ഇത് പല രീതിയിലും പല കാര്യത്തിലും ഇത് ഒത്തുവരും. പക്ഷേ ദൈവം എനിക്ക് വെളിപ്പെടുത്തിയതും എനിക്ക് മർമ്മമായിട്ട് ഞാൻ പഠിച്ച് എന്നെ പഠിപ്പിക്കുന്ന ദൈവദാസന്മാർ പഠിപ്പിച്ചതുമായിട്ടുള്ള രീതി വെച്ചിട്ടും ഞാൻ അതിനെ പഠിച്ചു നോക്കിയപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം ഒരുപക്ഷെ നിങ്ങൾക്ക് നല്ലതായെന്ന് തോന്നുന്നു എങ്കിൽ എടുക്കാം. സ്തോത്രം. ഇത് തുടങ്ങുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. നാമം പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കാം? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. നമ്മളെ യേശു കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോ നമ്മളോട് യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 14:13 തോന്നുന്നു. 13-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനെ മഹത്വപ്പെടുത്തുന്നതിന് ഞാൻ ചെയ്ത് തരും. ഇവിടെ ഇപ്പൊ പ്രാർത്ഥിക്കുമ്പോ ഇവിടെ എന്താ നമ്മൾ കാണുന്നത്? അവൻ യേശുവിന്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? സ്വർഗീയ പിതാവിന്റെ പിതാവിനോട് മാത്രമേ എന്റെ നാമത്തിൽ പിതാവിനോട് നിങ്ങൾ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രന്റെ നാമമഹത്വത്തിനായി ചെയ്തു തരും. നമ്മൾ ഇവിടെ ഇത് പ്രാർത്ഥിക്കുമ്പോ ആരുടെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ഇതിന്റെ മർമ്മപ്രധാനമായിട്ടുള്ള വിഷയമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ എന്നുണ്ടെങ്കിൽ ഈ പ്രാർത്ഥനയുടെ സകല പ്രാർത്ഥനയുടെയും അതിന്റെ രീതി അതാണ്. നമ്മൾ എപ്പോ പ്രാർത്ഥിക്കുമ്പോഴും ആ രീതിയിലാണ് പ്രാർത്ഥിക്കുന്നത്. ഈ വണ്ണം പ്രാർത്ഥിപ്പിക്കും. പിതാവിനോട് അപേക്ഷിക്കണം, പിതാവിനോട് പറയണം. പിന്നെ നമ്മള് എനിക്ക് നാട്ടുകാരുടെ മുഴുവൻ മുതൽ തരണമേ എന്നല്ല, എനിക്ക് ഇന്നത്തേക്കുള്ള ആഹാരം തരണമേ, നാളത്തേക്കുള്ളത് നമ്മുടെ ചുമതലയല്ല ചോദിക്കേണ്ടത്, ദൈവം ഇന്നത്തെ കാര്യമാണ് നോക്കുന്നത്. ഇതുവരെയും നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് സ്വർഗരാജ്യത്തിന്റെ പ്രിൻസിപ്പലിന്റെ ആദ്യത്തെ പാഠാണ്. സ്വർഗരാജ്യം നമ്മുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് വിഷയമാണ്. ഈ സ്വർഗരാജ്യത്തിന്റെ പ്രിൻസിപ്പളും അതിനോടനുബന്ധിച്ചുള്ള ടീച്ചിങ്ങും പഠിക്കുവാനായി കംപ്ലീറ്റ് സെറ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഇമെയിൽ അഡ്രസ്സിലോ ബന്ധപ്പെടുവാൻ നിങ്ങൾ മടി കാണിക്കരുത്. സ്വർഗരാജ്യം പഠിച്ചിരിക്കുക, സ്വർഗരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിൾ അറിഞ്ഞിരിക്കുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യേശു കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ച കാലത്ത് അത് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, 40 നാൾ ബാക്കിയുള്ളപ്പോഴും അവരോട് പറഞ്ഞത് സ്വർഗരാജ്യം സംബന്ധിച്ച വിഷയങ്ങളായിരുന്നു.
ഇത്ര വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയമാണ് സ്വർഗരാജ്യം. ഈ സ്വർഗരാജ്യം നമ്മൾ മനസ്സിലാക്കി അതിനെ ഓപ്പറേറ്റ് ചെയ്യുവാൻ നിങ്ങളെ എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കും, സഹായിക്കും. ഇതെൻ്റെ ജീവിതത്തിൽ ഞാൻ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതെൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കുന്നു. നിങ്ങൾക്കും അത് ചെയ്യുവാൻ കഴിയും. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കും. ഈ ടീച്ചിങ്ങിലേക്ക് നിങ്ങൾ കടന്നു വന്നതിനാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നന്ദിയും നമസ്കാരവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അടുത്ത സെക്ഷനിലേക്ക് നടത്തട്ടെ.